അപ്പോൾ നെക്സ്റ്റ് പാർട്ടിലേക്ക് കടക്കുമ്പോൾ എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് 1 ആയിട്ട് വരുമ്പോൾ ക്വസ്റ്റ്യൻസിനെയാണ്. അതായത് ഡയറക്റ്റ് സ്പീച്ചിൽ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റാണ്. ഒരു ചോദ്യ രൂപത്തിൽ തന്നു. അപ്പോൾ അതിനെ നമുക്ക് ഡയറക്റ്റിൽ നിന്നും റിപ്പോർട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താണ് അപ്പോൾ ക്വസ്റ്റ്യൻ ടൈപ്പ് തന്നെ നോക്കുമ്പോൾ നമുക്ക് 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ടൈപ്സ് ആണ് വരിക. ഒന്നാമത് ടൈപ്പ് WHഉം മറ്റൊന്ന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും. ഇതിൽ WH എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് W വെച്ചിട്ടുള്ള വാക്കുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ H വെച്ചിട്ടുള്ള വാക്കുകൊണ്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ W വെച്ചിട്ടാണെങ്കിൽ വാട്ട്, വേർ, വെന്ന്, ഹും, ഹൂസ്, വൈ അങ്ങനെയൊക്കെ. അതുപോലെ H വെച്ചിട്ടാണെങ്കിൽ ഹൗ മെനി, ഹൗ മച്ച് അങ്ങനത്തെ വേർഡ്സ് വെച്ചിട്ട്. അപ്പോൾ WH വെച്ച് തുടങ്ങുന്ന വാക്കുകളെ, അതായത് W അല്ലെങ്കിൽ H വെച്ച് തുടങ്ങുന്ന വാക്കുകളെയാണ്, അത് വെച്ച് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസിനെയാണ് WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുക. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ്. രണ്ടാമത്തത് ഞാൻ പറഞ്ഞു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. അതിന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയാൻ കാരണം അതിൻ്റെ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്നില്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളത് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക ഒരു ഓക്സിലറി വെർബ് വെച്ചിട്ടായിരിക്കും. അതായത് സഹായക്രിയ. ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായക്രിയ. നമുക്കറിയാം, നമുക്ക് 2 ടൈപ്പ് വെർബുകളുണ്ട്. ഒന്ന് മെയിൻ വെർബും ഒന്ന് ഓക്സിലറി വെർബും. അതിലൂടെ ഓക്സിലറി വെർബുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്സിലറി വെർബുകൾ വെച്ചിട്ടാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ തുടങ്ങുക. അതിൽ കുറച്ച് ഓക്സിലറി വെർബുകൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ ആം, ഈസ്, ആറ്, വാസ്, വേറ്, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്, വില്ല്, വുഡ്, ഷാല്, കുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, നീഡ്, ഡയർ, ഓട്ട് ടു, യൂസ് ടു അതിലേതെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള WH ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് ഡയറക്റ്റ് സ്പീച്ചിൽ വരുമ്പോൾ അതിനെങ്ങനെ റിപ്പോർട്ടഡ് സ്പീച്ചാക്കി മാറ്റാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഹൗ ടു കൺവേർട്ട് WH ക്വസ്റ്റ്യൻസ് ഫ്രം ഡയറക്റ്റ് ടു റിപ്പോർട്ടഡ് സ്പീച്ച്. എങ്ങനെയാണ് WH ക്വസ്റ്റ്യൻ ഒരു ഡയറക്റ്റ് സ്പീച്ചിൽ തന്നാൽ അതിനെ റിപ്പോർട്ടഡ് സ്പീച്ചാക്കി മാറ്റുക. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് ആദ്യം പഠിക്കണം, സ്ട്രക്ചർ പഠിക്കണം. അതെങ്ങനെയാണ് പഠിക്കാം? ഡയറക്റ്റിൽ നിന്നും റിപ്പോർട്ടഡിലേക്ക് മാറ്റുമ്പോൾ ആദ്യം നമ്മൾ സബ്ജക്റ്റ് തന്നെയാണ് എഴുതേണ്ടത്. സബ്ജക്റ്റ് അല്ലെങ്കിൽ സ്പീക്കർ എന്ന് പറയാം. സബ്ജക്റ്റ് പ്ലസ് പിന്നെന്ത് വേണം? ഒരു റിപ്പോർട്ടിംഗ് വെർബ് വേണം. എന്ത് വേണം? റിപ്പോർട്ടിംഗ് വെർബ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. പിന്നെന്ത് വേണം? ക്വസ്റ്റ്യൻ വേർഡ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡ് തന്നെ എഴുതുക, പ്ലസ് കൺവേർട്ടഡ് സെൻറ്റൻസ്. പിന്നെ ഏത് ഭാഗമാണോ ചേഞ്ച് ചെയ്യുന്നത് ആ ഭാഗത്തെയാണ് കൺവേർട്ടഡ് സെൻറ്റൻസ് എന്ന് പറയുക. ഇതാണ് ഡയറക്റ്റിൽ നിന്നും റിപ്പോർട്ടറിലേക്ക് മാറ്റുമ്പോൾ ഒരു WH ക്വസ്റ്റ്യനിൽ ഉണ്ടാകുന്ന മാറ്റം. നമുക്കൊരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. നോക്കുക, മായ പറയാണ് കേട്ടോ, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്. മായ പറയാണ് വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്. അപ്പോൾ നമുക്കിതിനെ ഡയറക്റ്റിൽ നിന്നും എന്തിലേക്ക് മാറ്റണം? ഇൻഡയറക്റ്റിലേക്ക് മാറ്റണം. അപ്പോൾ ഇതൊരു WH ക്വസ്റ്റ്യൻ ആണ് മനസ്സിലായി, കാരണം വാട്ട് വെച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിനെ ഡയറക്റ്റിൽ നിന്നും റിപ്പോർട്ടറിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ പ്രകാരം ആദ്യം വേണ്ടത് ആരാണ്? സ്പീക്കറാണ്. സോ സ്പീക്കർ ആരാണ് ഇവിടെ? അപ്പം മായ. അപ്പോൾ മായ എന്നെടുത്തെഴുതി മായ. ഇനി റിപ്പോർട്ടിംഗ് വെർബായിട്ട് നമുക്ക് ഒരു WH ക്വസ്റ്റ്യനിൽ റിപ്പോർട്ടിംഗ് വെർബ് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നത് ആസ്ക്ഡ് ആണ്. എന്താണ്? ആസ്ക്ഡ് ആണ്. അപ്പോൾ എങ്ങനെയാണ്? മായ ആസ്ക്ഡ്, ദെൻ റിപ്പോർട്ടിംഗ് വെർബ് കഴിഞ്ഞ് പിന്നെ എന്താ വേണ്ടത്? ക്വസ്റ്റ്യൻ വേർഡ് തന്നെയാണ്. അതിലെന്താ ക്വസ്റ്റ്യൻ വേർഡ്? വാട്ട്. അപ്പോൾ മായ ആസ്ക്ഡ് വാട്ട് അവിടെ വരെ എഴുതി. ഈ കൺവേർട്ടഡ് സെൻറ്റൻസിൻ്റെ ഭാഗമാണ് ഇനി മാറ്റേണ്ടത്. ഏത് സെൻറ്റൻസിൻ്റെ ഭാഗം? ആ ഒരു മാറ്റാനുള്ളൊരു ഭാഗത്തെയാണ് കൺവേർട്ടഡ് സെൻറ്റൻസ് എന്ന് പറയും. അത് മാറ്റുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ഗോൾഡൻ റൂൾ ഉണ്ട് ഇവിടെ. എന്ത് ഗോൾഡൻ റൂളാണെന്നറിയോ? ഇവിടെ ഞാൻ എഴുതി തന്നിട്ടുണ്ട്. ആ ഗോൾഡൻ റൂൾ പ്രകാരം ആ കൺവേർട്ട് ചെയ്യുന്ന ഭാഗത്ത് ആദ്യം നമ്മുടെ സബ്ജക്റ്റാണ് എഴുതേണ്ടത്. ആദ്യം സബ്ജക്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഞാൻ ഓൾറെഡി സ്പീക്കർ മായ എഴുതി, റിപ്പോർട്ടിംഗ് വെർബ് ആസ്ക്ഡ് ആണെന്ന് പറഞ്ഞു, എല്ലാ WH ക്വസ്റ്റ്യനും. അപ്പോൾ അത് എഴുതി, ആസ്ക്ഡ് എന്ന് എഴുതി. ക്വസ്റ്റ്യൻ വേർഡ് വാട്ടാണെന്ന് പറഞ്ഞു, അത് എഴുതി. ഇനി കൺവേർട്ടഡ് സെൻറ്റൻസിൻ്റെ ഭാഗത്തിൽ ഗോൾഡൻ റൂൾ പ്രകാരം ആദ്യം സബ്ജക്റ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ് എന്നാണ് മായ ചോദിക്കുന്നതെങ്കിൽ ഒരു മെയിലിനോടാണ് ചോദിക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കാം. അപ്പോൾ അവിടുത്തെ സബ്ജക്റ്റ് ആരായിരിക്കും? ഹീ ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ കൺവേർട്ടഡ് സെൻറ്റൻസിൻ്റെ ഗോൾഡൻ റൂൾ പ്രകാരം അവിടെ എന്താ ഉപയോഗിക്കേണ്ടത്? ഹീ ആണ് അല്ലേ? അപ്പോൾ ആ ഹീ ആണ് അവിടുത്തെ എന്തായിട്ട് വരുന്നത്? സ്പീക്കറായിട്ട് വരുന്നത്. അല്ല, സ്പീക്കർ അല്ലെങ്കിൽ സബ്ജക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ആ സബ്ജക്റ്റിനെ
നമ്മൾ ഡയറക്റ്റിൽ നിന്നും ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ഹി എന്തായിട്ട് മാറും? ഹിസ് ആയിട്ട് മാറും. അപ്പോൾ എങ്ങനെയാണ് വരിക? മായ ആസ്ക്ഡ് വാട്ട് ഹിസ് ഫേവറേറ്റ് ഫുഡ് ഈസ് എന്തായിട്ട് മാറും? വാസ് ആയിട്ട് മാറും. മായ ആസ്ക്ഡ് വാട്ട് ഹിസ് ഫേവറേറ്റ് ഫുഡ് വാസ്. ഓക്കെ, അടുത്ത നോക്കിയേ. ദ ബോയ് എന്താ പറയുന്നത്? ഹൗ ഡിഡ് യു ബിക്കം എ സക്സസ്ഫുൾ സയൻറ്റിസ്റ്റ്? അത് മറ്റേ APJ അബ്ദുൽ കലാമിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഹൗ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ WH ഇനിയാണ്. അപ്പോൾ നമുക്ക് ഫോർമാറ്റ് അറിയാം. ആദ്യം സബ്ജക്റ്റ് പ്ലസ് റിപ്പോർട്ടീവ് വെർബ് പ്ലസ് ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് കൺവേർട്ടഡ് സെൻറ്റൻസ്. അപ്പോൾ എഴുതി. സബ്ജക്റ്റ് ആരാണ്? ബോയ് ആണ് അല്ലേ? ദ ബോയ്. റിപ്പോർട്ടിംഗ് വെർബ് ഏതാണ് നമ്മൾ ഉപയോഗിക്കാറ്? WHന് ആസ്ക്ഡ് ആണ്. അപ്പോൾ ദ ബോയ് ആസ്ക്ഡ്. ക്വസ്റ്റ്യൻ വേർഡ് ഹൗ ആണ്, ഹൗ. ദെൻ കൺവേർട്ടഡ് സെൻറ്റൻസിൽ ഗോൾഡൻ റൂൾ പ്രകാരം എന്താണ്? ആദ്യം സബ്ജക്റ്റ് വേണം. സബ്ജക്റ്റ് ആരാണ് ഇവിടെ? ഹി. APJ അബ്ദുൽ കലാമിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഹൗ ഹി. ഡിഡ് എന്താവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിഡ് ഓൾറെഡി V2 ആണ്. ആ V2നെ എന്തിലേക്ക് മാറ്റണം? ഹാഡ് പ്ലസ് V3 ആവണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹാഡ് ബിക്കം. നമുക്കറിയാം ബിക്കം എന്നാണ്. അപ്പോൾ ഹാഡ് ബിക്കം. ഹാഡ് പ്ലസ് V3 വന്നു. എ സക്സസ്ഫുൾ സയൻറ്റിസ്റ്റ്. ക്ലിയർ ആണോ? ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ടൈപ്പായിട്ടുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. അതിൻ്റെ ഫോം എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് റിപ്പോർട്ടിംഗ് വെർബ് പ്ലസ് അതിലൊരു ലിങ്കിങ് വേർഡ് കൂടെ വരും. ലിങ്കിങ് വേർഡ് പ്ലസ് കൺവേർട്ടഡ് സെൻറ്റൻസ്. ഇവിടെ യെസ് ഓർ നോ ക്വസ്റ്റ്യനും റിപ്പോർട്ടിംഗ് വെർബായിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ആസ്ക്ഡ് തന്നെയാണ്. ഇവിടെ ലിങ്കിങ് വേർഡ് ഇഫ് അല്ലെങ്കിൽ വെദർ, രണ്ടിലേതായാലും കുഴപ്പമില്ല. ഇഫ് അല്ലെങ്കിൽ വെദർ. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയേ. മായ പറയാണ് ആർ യു ഷുവർ അബൌട്ട് കമ്മിങ് ടുമാറോ? അപ്പോൾ രാം പറയുന്നു യെസ്. അപ്പോൾ എങ്ങനെ വരിക? മായ സബ്ജക്റ്റ് വന്നു. റിപ്പോർട്ടിംഗ് വെർബ് ഇനി ആസ്ക്ഡ് വന്നു. ഇഫ് അല്ലെങ്കിൽ വെദർ വയ്ക്കാം. ഞാൻ വെദറിന് വെച്ചു. വെദർ റാം അല്ലേ? അപ്പോൾ കൺവേർട്ടഡ് സെൻറ്റൻസിൽ ഗോൾഡൻ റൂൾ പ്രകാരം മാറ്റാൻ പോകുന്ന ഭാഗം സബ്ജക്റ്റ് വെച്ച് തുടങ്ങണം. അപ്പോൾ സബ്ജക്റ്റ് ആരാണ്? അവിടെ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഇഫ് യു എന്ന് പറയുന്നത് ആരാണ്? റാമിനെയാണ്. അപ്പോൾ എന്താണ്? സബ്ജക്റ്റ് അവിടെ റാമാണ്. അപ്പോൾ എന്താണ്? ഹി ഉപയോഗിച്ചു. ഹി ആറാണ്. അപ്പോൾ എന്ത് വരും? വാസ് വേണം. വാസ് ഷുവർ അബൌട്ട് കമ്മിങ് ടുമാറോ എന്തായിട്ട് മാറും? ദി നെക്സ്റ്റ് ഡേ. അടുത്തത് നമ്മൾ ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഇനി നമ്മൾ റിപ്ലൈ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് എങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുക? അതിൻ്റെ ഫോം നോക്കാം. സബ്ജക്റ്റ് അല്ലെങ്കിൽ സ്പീക്കർ പ്ലസ് റിപ്പോർട്ടിംഗ് വേർബ് പ്ലസ് ലിങ്കിങ് വേർഡ് പ്ലസ് കൺവേർട്ടഡ് സെൻറ്റൻസ്. ഒരു റിപ്ലൈ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് റിപ്പോർട്ടിംഗ് വെർബായിട്ട് എന്തൊക്കെ ഉപയോഗിക്കാം? സെഡ്, ടോൾഡ്, റിപ്ലൈഡ് ഏതെങ്കിലും ഉപയോഗിക്കാം. ലിങ്കിങ് വേർഡായിട്ട് ദാറ്റ് ഉപയോഗിക്കാം. ഇവിടെ നോക്കിയേ. യങ് സീകൾ പറയാണ് ഐ ഡോണ്ട് തിങ്ക് ഐ കാൺ ഫ്ലൈ. ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ഫ്ലൈ. സോറി, ഐ കാണ്ടല്ല, ഐ ക്യാൻ. ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ഫ്ലൈ എന്ന് യങ് സീകൾ പറയുമ്പോൾ അതിനെങ്ങനെ കൺവേർട്ട് ചെയ്യുക? യങ് സീകൾ സെഡ് ദാറ്റാണ് അവിടുത്തെ ലിങ്കിങ് വേർഡ്. ദെൻ ഐ അവിടെ എന്തായിട്ട് മാറും? ഹീ ആയിട്ട് മാറും. ഡോണ്ട് എന്തായിട്ട് മാറും? ഡിഡിൻ്റ് ആയിട്ട് മാറും. തിങ്ക് വീണ്ടും ഐ എന്തായിട്ട് മാറും? ഹീ ആയിട്ട് മാറും. ക്യാൻ എന്തായിട്ട് മാറും? കുഡ്. ദെൻ ഫ്ലൈ. അപ്പോൾ എന്താ? യങ് സീകൾ സെഡ് ദാറ്റ് ഹി ഡിഡ്ന്റ് തിങ്ക് ഹി കുഡ് ഫ്ലൈ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റിപ്പോർട്ട് ദി കോൺവെർസേഷൻ. മാഗി പറയാണ് ഗുപ്ത സെഡ് I will use this shilling to buy flowers and put them on your brother's grave. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ എങ്ങനെയാണ്? ആരാ പറയുന്നത്? മാഗിനെ വിളിച്ചിട്ട് ഗുപ്തയല്ലേ പറയുന്നത്. അപ്പോൾ എന്തെന്നാ സ്റ്റാർട്ട് ചെയ്യണത്? ഗുപ്ത സെഡ് ദാറ്റ്. ഗുപ്ത പറഞ്ഞു. ഐ വിൽ എന്നുള്ളത് എന്തായിട്ട് മാറും? ഹി കുഡ് യൂസ് ദിസ് ഷില്ലിങ്. ദാറ്റ് ഷില്ലിങ് ആയിട്ട് മാറും. ടു ബൈ ഫ്ലവേഴ്സ് ആൻഡ് പുട്ട് ദം ഓൺ യുവർ ബ്രദേഴ്സ് ഗ്രേവ് എന്തായിട്ട് മാറും? ഹെർ ബ്രദേഴ്സ് ഗ്രേവ് ആയിട്ട് മാറും. അടുത്ത് നോക്കിയേ. ചേഞ്ച് ദ ഗിവൺ സെൻറ്റൻസ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച്. തെറ്റിപ്പോവരുത്. ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞാലും റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പോർട്ടർ എന്ന് പറയും, ചിലതിൽ ഇൻഡയറക്റ്റ് എന്ന് പറയും. ഗ്രേറ്റി ആണ് പറയണത്. ഐ തോട്ട് യു കുഡ് മേക്ക് റിയൽ പീച്ചസ്. അപ്പോൾ ഗ്രേറ്റിയുടെ ഫാദർ പറയണത് നോ, യു ഹാവ് ടു ഗോ ടു ദ സ്റ്റോർ ഫോർ ദോസ്. അപ്പം എങ്ങനെ വരിക?
ഗ്രേറ്റ് അല്ലേ പറയുന്നത്, അപ്പോൾ സബ്ജക്റ്റ് ഗ്രേറ്റ്. ഗ്രേറ്റ ടോൾഡ് ലിങ്കിങ് വേർഡ് ദാറ്റ്, ലിങ്കിങ് വേർഡ് വെച്ച് ദാറ്റ്. ഷീ ആണ് വേണ്ടത്. ഷീ തോട്ട് ഓൾറെഡി പാസ്റ്റ് ടെൻസ് ആണ്, V2 ആണ്. അപ്പോൾ എങ്ങനെ വരിക, ഹാഡ് പ്ലസ് V3 അല്ലേ. അപ്പോൾ ഷീ ഹാഡ് തോട്ട്. യു കുഡ് എന്തായിട്ട് മാറും, ഹീ. കുഡിന് മാറ്റമുണ്ടോ, ഇല്ല. കുഡ് തന്നെ. ഹീ കുഡ് മേക്ക് റിയൽ പീച്ചസ്. ഫാദർ എന്ത് പറയുന്നത്, ഫാദർ സെഡ് ദാറ്റ്. എന്താ പറയുന്നത്, യു ഹാവ് ടു ഗോ എന്നുള്ളത് എന്തായിട്ട് മാറും, ഷീ ഹാഡ് ടു. യു ഷീ ആയിട്ട് മാറും. ഹാവ് ടു എന്തായിട്ട് മാറും, ഹാഡ് ടു ആയിട്ട് മാറും. ടു ദ സ്റ്റോർ ഫോർ ദോസ്. ക്ലിയർ ആണോ? അടുത്തത് ഇമ്പാരറ്റീവ് സെൻറ്റൻസ്. ഇമ്പാരറ്റീവ് സെൻറ്റൻസ് നിങ്ങൾക്ക് അങ്ങനെ വരില്ല, എന്നാലും പഠിച്ചിരുന്നോ. അതിൻ്റെ ഫോം എന്താ, സ്പീക്കർ അല്ലെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് റിപ്പോർട്ടിംഗ് വേർബ് പ്ലസ് ലിങ്കിങ് വേർഡ് പ്ലസ് കൺവേർട്ടഡ് സെൻറ്റൻസ്. ഇവിടെ റിപ്പോർട്ടിംഗ് വേർബായിട്ട് നമുക്കറിയാം ഇമ്പാരറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ അതിൽ റിക്വസ്റ്റ് വരും, സജഷൻസ് വരും, കമാൻഡ് വരും, ഓർഡർ വരും, അഡ്വൈസ് വരും. അതിനനുസരിച്ച് റിപ്പോർട്ടിംഗ് വെർബ് മാറും. റിക്വസ്റ്റ് ആണെങ്കിൽ റിപ്പോർട്ടിംഗ് വെർബ് റിക്വസ്റ്റഡ്. അതുപോലെ സെൻറ്റൻസ് സജഷൻ ആണെങ്കിൽ റിപ്പോർട്ടിംഗ് വെർബ് സജസ്റ്റഡ്. സെൻറ്റൻസ് കമാൻഡ് ആണെങ്കിൽ റിപ്പോർട്ടിംഗ് വെർബ് കമാൻഡഡ്. സെൻറ്റൻസ് ഓർഡർ ആണെങ്കിൽ റിപ്പോർട്ടിംഗ് വെർബ് ഓർഡേർഡ്. സെൻറ്റൻസ് അഡ്വൈസ് ആണെങ്കിൽ റിപ്പോർട്ടിംഗ് വെർബ് അഡ്വൈസ്ഡ്. ലിങ്കിങ് വേർഡ് എന്തായിരിക്കും, ടു ആയിരിക്കും. ലിങ്കിങ് വേർഡ് എന്തായിരിക്കും, ടു. അവിടെ നോക്കിയേ, താര പ്ലീസ് ക്ലോസ് ദ ഡോർ. പ്ലീസ് എന്ന് കണ്ടപ്പോൾ മനസ്സിലായി റിക്വസ്റ്റ് ആണെന്ന്. അപ്പോൾ എങ്ങനെയാ, താര റിക്വസ്റ്റഡ് മീ, എന്നോട്, ടു ലിങ്കിങ് വേർഡ് ക്ലോസ് ദ ഡോർ. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് നല്ലപോലെ പഠിച്ചു വയ്ക്കുക. ഇത് ഒരുപാട് തവണ എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് എപ്പോഴും ചോദിക്കുന്നതാണ്. ഇത് കാണാതെ തന്നെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. നോക്കുക, കാരണം അത്രയും ക്വസ്റ്റ്യൻസ് 4 മാർക്കിൻ്റെ ഒരുമിച്ച് ഈ ഒരു പാസേജാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. അതുകൊണ്ട് കാണാതെ തന്നെ പഠിക്കുക. ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ മാഗി ആൻഡ് മിസ്റ്റർ ഗുപ്തയാണ് ഇവിടെ കാണിക്കുന്നത്. ഇൻ ദ പ്രൈസ് ഓഫ് ദ ഫ്ലവേഴ്സ് ഈസ് ഗിവൺ ബിലോ. റിപ്പോർട്ട് ദ കോൺവെർസേഷൻ. നോക്കിയേ, മാഗി പറയാണ്, ഫ്രാങ്ക് ഈസ് ബറീഡ് അറ്റ് ഫോർട്ട് മോൺട്രോ നിയർ ദെറാഗസി ഗാൻ. മിസ്റ്റർ ഗുപ്ത പറയുന്നു, വെൻ ഐ ഗോ ടു ദാറ്റ് പാർട്ട് ടു ദ കൺട്രി ഐ ഷാൽ വിസിറ്റ് യുവർ ബ്രദേഴ്സ് ഗ്രേവ് ആൻഡ് റൈറ്റ് ടു യു. മാഗി പറയാണ്, വിൽ ഇറ്റ് ബി ട്രബിൾസം ഫോർ യു? മിസ്റ്റർ ഗുപ്ത പറയുന്നു, നോ, ദെറാഗസി ഗാൻ ഈസ് നോട്ട് വെരി ഫാർ ഫ്രം മൈ പ്ലേസ്. അപ്പോൾ എങ്ങനെ വരിക, ആദ്യത്തെ മാഗി അല്ല പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, മാഗി സ്റ്റേറ്റ്മെൻ്റ് ആണത്. അപ്പോൾ എന്താ, സെഡ് ദാറ്റ്, ലിങ്കിങ് വേർഡ് വന്നു ദാറ്റ്. ഫ്രാങ്ക് ഈസ് ബറീഡ് എന്തായിട്ട് മാറും, വാസ് ബറീഡ് അറ്റ് ഫോർട്ട് മോൺട്രോ നിയർ ദെറാഗസി ഗാൻ. മിസ്റ്റർ ഗുപ്ത എന്താ പറയുന്നത്, മിസ്റ്റർ ഗുപ്ത ടോൾഡ് ദാറ്റ് ഐ ഗോ എന്നുള്ളത് എന്തായിട്ട് മാറും, ഹീ. ടോൾഡ് ദാറ്റ് ഹീ എന്തായിട്ട് ഷുഡ് വിസിറ്റ്. ഷാൽ ലാസ്റ്റ് ഭാഗം എടുത്തു ആദ്യം. അപ്പോൾ ലാസ്റ്റ് ഭാഗം ആദ്യം എടുക്കുമ്പോൾ എങ്ങനെയാണ്, ഷാൽ, ഐ ഷാൽ എന്നുള്ളത് ഹീ. ഷാൽ എന്തായിട്ട് മാറും, ഷുഡായിട്ട് മാറും. ഷുഡ്. പിന്നെ വിസിറ്റ്. യുവർ ബ്രദേഴ്സ് ഗ്രേവ് എന്തായിട്ട് മാറും, ഹെർ ബ്രദേഴ്സ് ഗ്രേവ്. ആൻഡ് റൈറ്റ് ടു യു എന്നുള്ളത് റൈറ്റ് ടു ഹെർ ആയിട്ട് മാറും. ദെൻ വീണ്ടും ഫ്രണ്ടിലത്തെ ഭാഗം എഴുതണ്ട, വെൻ ഐ ഗോ ടു ദാറ്റ് പാർട്ട് ഓഫ് ദ കൺട്രി എന്തായിട്ട് മാറും, വെൻ ഹീ ഗോ ടു ദാറ്റ് പാർട്ട് ഓഫ് ദ കൺട്രി എന്നായിട്ട് മാറും. മാഗി പറയാണ്, വിൽ ഇറ്റ് ബി ട്രബിൾസം ഫോർ യു. അപ്പോൾ അതിനെങ്ങനെ കൺവേർട്ട് ചെയ്യുക, ക്വസ്റ്റ്യൻ ആണത്. വില്ല് വെച്ച് തുടങ്ങുകയാണ് അല്ലേ, സോറി WH അല്ല, ഓക്സിലറി വേർബ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെ വരുന്നത്, മാഗി ആസ്ക്ഡ്. അപ്പോൾ ഇഫ് അല്ലെങ്കിൽ വെദർ അല്ലേ വെക്കേണ്ടത്, അപ്പോൾ ഇഫ് വെച്ചു. മാഗി ആസ്ക്ഡ്, ലിങ്കിങ് വേർഡ് അവിടെ റിപ്പോർട്ടിംഗ് വെർബ് ആസ്ക്ഡ് വെച്ചു. ലിങ്കിങ് വെർബായിട്ട് ഇഫ് വെച്ചു, അല്ലെങ്കിൽ വെദർ വെച്ചാലും കുഴപ്പമില്ല. മാഗി ആസ്ക്ഡ് ഇഫ്. ഇറ്റ് എന്നുള്ളത് എന്തായിരുന്നു, ദാറ്റ്. പിന്നെ വിൽ എന്തായിട്ട് മാറും, അവിടെ വുഡായിട്ട് മാറും. വുഡ് ബി ട്രബിൾസം ഫോർ യു എന്തായിട്ട് മാറും, ഹിം ആയിട്ട് മാറും. മിസ്റ്റർ ഗുപ്ത എന്താ പറയുന്നത്, റിപ്ലൈ അല്ലേ കൊടുക്കുന്നത്, അപ്പോൾ റിപ്ലൈഡ് എന്ന് പറയാം. മിസ്റ്റർ ഗുപ്ത റിപ്ലൈഡ് ലിങ്കിങ് ദാറ്റ് ദെറാഗസി ഗാൻ ഈസ് എന്തായിട്ട് മാറും, വാസ് ആയിട്ട് മാറും. വാസ് നോട്ട് വെരി ഫാർ ഫ്രം മൈ പ്ലേസ് എന്തായിട്ട് മാറും, ഹിസ് പ്ലേസ് ആയിട്ട് മാറും. ഇത്ര കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. ഈ ഒരു കോൺവെർസേഷൻ നല്ലപോലെ പഠിക്കുക. ഓക്കെ, ഇത്രയൊക്കെയാണ് ബേസിക് ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കുക കേട്ടോ. ഓക്കെ.